ഗൈസ് ഇതാ ഒരു പാവ ലോറിക്കാരൻ ഇതാ പാവം തലയും കുത്തി രാവിലെ തന്നെ വീണിട്ടുണ്ട്. പുള്ളിൻ്റെ ലോഡ് മാറ്റി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. വൃത്തികെട്ട വഴി കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഔറംഗാബാദ് യാത്രയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബീജാപ്പൂർ ലൊക്കേഷൻ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒടുക്കത്തെ മഞ്ഞ കോടയാണ് മുഴുവൻ. കരിമ്പെല്ലാം കാണിച്ചു കൊടുക്കും. ഗൈസ് 7:15 ബട്ട് ഭയങ്കര മഞ്ഞാണ്, ഒന്നും കാണുന്നില്ല. എങ്കിലും ഒരു ഊഹം വെച്ച് അങ്ങനെ പോവാണ്. ഒരു വലിയ കരിമ്പ് വണ്ടി മുന്നിൽ പോകുന്നുണ്ട്. കരിമ്പ് വരാൻ കിട്ടുമെന്നൊക്കെ കിട്ടൂല, ഭയങ്കര ടൈറ്റാ കെട്ടൊക്കെ. ഒന്നും കാണുന്നില്ല. നമ്മുടെ രാജാവ് വളരെ ഡ്രൈവിംഗ് ആണ്. വണ്ടി ഇതുകൊണ്ട് ഇതിൻ്റെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചാവടിക്ക് ഇറങ്ങിയതാ. ഒട്ടക്കത്തണപ്പാ, ഫുള്ള് മഞ്ഞ ഇതല്ലോ. ചേട്ടാ ഇങ്ങോട്ടൊരു പോയിട്ടുണ്ട്. സമയം 8:30, ഇതുവരെ സൂര്യൊന്നും വന്നില്ല. ഫുള്ള് മഞ്ഞ്, പുറത്തിറങ്ങിക്കോട്ടെ. ഒട്ടക്കത്തെ തണുപ്പ്. സൂര്യ ഇന്ന് ലീവാന്ന് പറയുന്നത്. ചേട്ടാ കുറച്ച് ചായലും കുടിച്ച് പെട്ടെന്ന് വണ്ടിയിലേക്ക് കയറിയതാ. ഒട്ടുക്കത്തെ തണുപ്പ്, ഒട്ടുക്കത്തെ തണുപ്പാ. അങ്ങനെ വിട്ടു പോവാ. ഈ സ്ഥലത്തിന്റെ പേരുന്നാ? ബീജാപ്പൂർ എത്താനായി. കണ്ടാ ഒട്ടുക്കത്തെ കോടയാ. ഒരു 100 മീറ്റർ അപ്പുറത്തേക്കൊന്നും കാണാൻ കഴിയില്ല. ഇത് മുഴുവൻ കരിമ്പ് ലോഡാക്കി വെച്ചേക്കാം. അത് ട്രാക്ടറിൽ എത്ര എണ്ണ ഉള്ളതാണ്. ഇപ്പുറത്തെ കരിമ്പും ഇപ്പുറത്തെ ചോളത്തിന്റെ പാടാണ് മുഴുവൻ. കാളവണ്ടി നോക്കൂ. ഇത് മുഴുവൻ ചോളത്തിന്റെ പാടം. കണ്ണത്താ ദൂരം വരെ ചോളം. ചേട്ടാ ചിരിക്കല്ലേ, വട്ടി എത്തി എടുക്കണം. ചോളത്തിന്റെ പാടത്തിന്റെ സൈഡിൽ വെച്ചുള്ള കുക്കിയ. ഇന്നത്തെ സ്പെഷ്യൽ ഉണക്കല. ചോളം കണ്ട പൂത്ത് നിൽക്കുന്നുണ്ട്. ആ പണിക്കാരെല്ലാം ചോളത്തിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞിട്ടുള്ള വേസ്റ്റ് ആയിരിക്കും. അപ്പുറത്ത് കരിമ്പാ, അങ്ങോട്ടൊക്കെ കരിമ്പാ. ഇതാ നമ്മളെ വണ്ടി. കരിമ്പാ പോണോ? കരിമ്പ് നല്ല ഉണക്കുന്നുണ്ട്. അട്ടവിൻ്റെ പൊരിഞ്ഞല്ല മൊരിഞ്ഞ് വരുന്നുണ്ട്. നല്ല സ്മെല്ലെല്ലാം അടിക്കുന്നുണ്ട്. മതി മതി മതി. ഇന്നത്തെ ഫുഡ് പയറ് കറിയും അടവ്, ഉണക്കൽ, അച്ചാറ്, കൊണ്ടാട്ടം.
ഫുഡെല്ലാം കഴിച്ച് കിച്ചൺ ബോക്സിൽ അടച്ച് ഇനി വല്ല പോണം. ചോളത്തിൻ്റെ കളവറിക്കുന്നവർ ആ പിന്നെ കാളവണ്ടിയിൽ ഇങ്ങനെ നമ്മളിപ്പോൾ എവിടെയോ എത്തി. ഒരു വലിയ പാലത്തിൻ്റെ മുകളിൽ കൂടി പോയിക്കൊണ്ടിരിക്കുക. ട്രാക്ടറൊന്നും മാറി. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പാല, തീരുന്നില്ല. അങ്ങനെ നമ്മൾ മുറുവാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറച്ച് എണ്ണ ഫില്ലാക്കാണ്ട് അങ്ങനെ എണ്ണ ഫില്ലാക്കാൻ നിർത്തില്ല. കുറച്ച് പാട്ടൊക്കെ വെച്ചിട്ട് വായി വന്നിട്ടുണ്ട്. വിച്ഛന്നമായ സ്ഥലം. ₹5000 കടിക്കുന്നുണ്ട്. ഗൈസ് ഇതാ ഒരു പാവ ലോറിക്കാരൻ പാവം തലയും കുത്തി രാവിലെ തന്നെ വീണിട്ടുണ്ട്. പുള്ളിൻ്റെ ലോഡ് മാറ്റി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വൃത്തികെട്ട വഴി കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മൊത്തം പൊളിഞ്ഞാടില്ലേ, ഒന്നുമില്ല. ആക്സിഡന്റ് കണ്ടവരെ ഒന്ന് ചടച്ച് ഒന്ന് ചെറുതായിട്ട് സൈഡാക്കി ഒരു ചായ കുടിച്ചിട്ട് പോകാൻ വിചാരിച്ചു. ഇത് കടയാട്ടാ, കാണുമ്പോൾ കടയാണെന്ന് തോന്നില്ലല്ലോ. പാനിപ്പൂരി വല്ല പാനിപ്പൂരി വല്ല ഇത് പാനിപ്പൂരി. ഇയാളെ കണ്ട മുരുടേല ചായ ഓടിക്കുന്നത്. സാധാരണ ഇതിനകത്ത് കൊടുക്കുക. ഇങ്ങനത്തെ 25 ഗ്ലാസ് കുടിച്ചാലൊന്നും ആവില്ല. കൂച്ചോ ഇത് മുഴുവനും മുന്തിരിപ്പാടാണ്. തൊട്ടപ്പുറത്ത് ചോളത്തിൻ്റെയോ. ഇതെന്നാ പരിപാടി? കല്യാണ കുതിരപ്പുറത്താ? എവിടെ എങ്ങനെ കല്യാണം? കല്യാണ ചെക്കൻ വരുന്ന വരെ വേണ്ട കുതിരപ്പുറത്ത്. പെണ്ണ പറകില് ചെക്കനിതാ. കുതിരപ്പുറത്താണ്. എന്നടിയോ ഇതാ. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. നല്ല തണലൊക്കെ ഉണ്ട്, അടിപൊളി സ്ഥലമാണ്. മുന്തിരി ഒന്നും കായ്ച്ചിട്ടില്ല. അടുത്ത ട്രിപ്പ് വരുമ്പോഴേലും കായ്ക്കായിരിക്കും. ഇത് കണ്ട, ഇത് മുഴുവനും കരിമ്പാ. ജോയിൻ്റ് ആക്കിയില്ല ട്രാക്ടറല്ലേ അതിൻ്റെ അത്. പോണു ഇറങ്ങുക പോണു. ഇത് ഞാൻ ഇന്ന് പൊട്ടിച്ചതാണ്. ഒന്നും പറയുന്നില്ല. ഒരു കണ്ടാൽ എടുത്ത് ഓരോ പീസെല്ലാം എടുത്തെന്നെല്ലാം പറയാൻ കുഴപ്പമൊന്നുമില്ല. ഇഷ്ടം പോലെ ട്രാക്ടറുകൾ ഇങ്ങനെ പോകുന്നുണ്ട് കരിമ്പിൻ്റെ. ഒരു സീസൺ അങ്ങനെ ഉണ്ട്. നമ്മളെ വണ്ടി ഉണ്ട്, അവിടെ ഉണ്ട്. അതാണ് നമ്മളെ വണ്ടി. ഫുഡഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. നമ്മളിവിടെ ലൊക്കേഷനിലെത്തി. 4 മണിക്ക് എങ്ങനെ എത്തി? കിടന്നുറങ്ങി. എത്താൻ ഇടർക്കും അറിയില്ല.
എന്തൊരു ഡാൽമേഷനോ ഡോർമനേറ്റം കണ്ടിരുന്നല്ലോ. ഇതാവണ്ട പോണം ഡോർമാൻ. ഇതാണ് സ്ഥലം. ഇവിടെയാണെന്നാണ് തോന്നുന്നത് ഗോഡൗൺ. ഇവിടെ വെച്ചിട്ടുണ്ട്. ചായക്കടയാന്ന് തോന്നുന്നു. അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ നോക്കണം. ആരാ പോന്നെ? അടിയല്ലേ. നമ്മളെ വണ്ടി എവിടാ? നമ്മൾ വണ്ടി നിർത്തിയതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു അമ്പലം പോലെ എന്തോ ഉണ്ട്. ഇവിടെ അമ്പലമാണെന്നാണ് തോന്നുന്നത്. ചായ കുടിക്കാൻ വന്നിക്കാം. ബ്രെഡിൽ എന്തോ സാധനം ഉണ്ടാക്കിയിട്ട് തരുന്നുണ്ട് ചേച്ചി. ചായക്കട എന്ത് വാടേ. ഞാൻ എറിക്കിനെ പോയിട്ടൊന്ന് തണുപ്പത്ത് തീക്കാനുള്ള സാധനമായി. ചായ കപ്പലിൻ്റെ അകത്തിട്ട് തീ വെക്കും. ഒടുക്കത്തെ മധുര. ചെറിയ കപ്പ. ഒടുക്കത്തെ മധുര. ബ്രെഡിൽ എന്തോ സാധനം എല്ലാം തേച്ച് പരട്ടുന്നുണ്ട്. എന്നിട്ട് പൊരിച്ചെടുക്കും. ചേട്ടാ വീട് വനാറ്. ചേച്ചി ചോദിക്കുക എന്നാ പരിപാടി. എന്തിനകത്തെല്ലാം ഇട്ട് പൊരിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള മുളകായത്. അതും കൂടി ഉപ്പെല്ലാം ഇട്ട് സെറ്റാക്കി പൊരിച്ചെടുക്കുന്നത്. ചേച്ചി ചിരിക്കുന്നത്. വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല. കുഴപ്പമില്ല. വേറൊന്നും കിട്ടാനില്ല ഇവിടെ. ഇതാണ് ഔറംഗാബാദിലെ നമ്മുടെ ലൊക്കേഷൻ്റെ അടുത്തുള്ള ചെറിയൊരു ജംഗ്ഷൻ. സിഗ്നലിൻ്റെ ലൈറ്റുള്ള നിലത്ത് കിടക്കുന്നുണ്ട. അതോ വണ്ടി അടിച്ചിട്ട് ഉറപ്പിച്ചിട്ടത്. ഇന്നലെ വരുമ്പോൾ ഒരു നിലത്തിൻ്റെ കത്തി കിടക്കുന്നുണ്ടായിരുന്നു. അത് കുറച്ച് പച്ചക്കറിയെല്ലാം വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ നിന്ന് പച്ചക്കറി കടയൊന്നും കാണുന്നില്ല. വടാപ്പാവിൻ്റെ കടകളാണല്ലോ. ഫുള്ള് വടാപ്പാവ്, സമൂസ, അങ്ങനത്തെ പരിപാടികളാണ്. എന്നാ മൊഞ്ച ഇങ്ങോട്ടൊക്കെ. ഒരു വൃത്തിയില്ലാത്ത സ്ഥലങ്ങളാ. പച്ചക്കറിയുടെ എത്തി. ഇവിടെ നിന്ന് പച്ചക്കറി വാങ്ങും. ഉള്ളിക്ക് ഇവിടെ 40, നാട്ടിൽ 80 2 കിലോ 100. 2 കിലോ 2 കിലോ 100ആയി. 2 കിലോ 100. ഇപ്പം എത്രയാ? സാമ്പാർ കറിയാ. ഇവിടെയുള്ള എല്ലാ ഐറ്റം ഓരോന്നും വാങ്ങിക്കുന്നുണ്ട്. ഇല്ല എല്ലാം ഒന്നും വാങ്ങില്ല. കുറച്ച് സാധനം വാങ്ങിക്കും. തക്കാളി കഴിഞ്ഞില്ലേ? ഉണ്ടോ? അതിനെ വേണ്ട. ഫുൾ അഡ്വഞ്ചറാണ്. 2 സൈഡിലിരുന്നുണ്ട്. മറ്റാനപ്പുറത്തിരുന്നുണ്ട്. ഞാൻ ഇവിടെ ഇരുന്നിട്ടുണ്ട്. തിരിച്ചു പോകണം. വണ്ടിൻ്റെ അടുത്തേക്ക് പോകണം. ബൈ. നമുക്കിന്ന് സാമ്പാർ അറിയാം. ചോറും സാമ്പാറും കറി സെറ്റപ്പ് ആയിക്കണ്. ഇവിടെ വെക്കാനും പിടിക്കാനുള്ള സൗകര്യം കുറച്ച് കുറവാണ്. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. ബാക്കി കഴിക്കുമ്പോൾ കാണാം. കടുകിൻ്റെ ഒപ്പം വെണ്ട ഇടുന്ന പരിപാടിയാണ് കണ്ടിരുന്നത്. കണ്ട് പഠിച്ചോ. ഞാൻ ആകെ ഉണ്ടാക്കുക ചിക്കൻ കറി.
പുള്ളിയാ നമ്മൾ രാവിലെ വെച്ചെടുത്തില്ലല്ലോ ഇപ്പോൾ വണ്ടിയുള്ളത്, കുറച്ചും കൂടി മാറി ഇങ്ങോട്ട്. അതിൻ്റെ അടുത്ത് തന്നെയാണ്, തൊട്ടിപ്പുറത്ത് തന്നെ. ഇതാണ് കമ്പനി, ഇവിടെയാണ് നമ്മൾ കണ്ടുപിടാക്കേണ്ടത്. ഇപ്പോൾ വൈകുന്നേരം ആവും ഇറക്കി കിട്ടാനാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ പണിക്കാരൊന്നുമില്ല, ഇനി വൈകുന്നേരം ആവും. ഫുഡും കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കലാണ് പരിപാടി. വണ്ടി ഒരു തണലത്ത് വരും, മരത്തിൻ്റെ തണലത്ത് ഇങ്ങനെ വെച്ചാൽ വലിയ വെയിലൊന്നുമില്ല, ലൈറ്റ് തണുപ്പുണ്ട്. ഇപ്പോൾ വന്ന് കഴിച്ചടാ, അടുത്തൊന്നാ വരൂല. ഇല്ല കഴിക്കുമ്പോൾ അതുകൊണ്ട് ആ പട്ടിക്ക് ചോറിട്ട് കൊടുത്താൽ മതി. കുറേ നേരമായി നമ്മളെ ചുറ്റിപ്പറ്റി കളിക്കുന്നു. കഴിച്ചോ. അങ്ങനെ ചോറും കറിയെല്ലാം സെറ്റായി. ഉണക്കലും ചോറും സാമ്പാറും അപ്പോൾ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇനി റെസ്റ്റ് എടുക്കുക. ലോഡ് ഇറക്കി കിട്ടാൻ ഏകദേശം വൈകുന്നേരം 5 മണിയൊക്കെ ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി ലോഡ് ഇറക്കിയിട്ട് അടുത്തൊരു ലോഡ് കിട്ടിയിട്ട് പുതിയൊരു വീഡിയോയിൽ വരാം. അപ്പോൾ ഓക്കെ, ബായ്.